നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്രിൽഡ് ഫിഷാണ്. അതും ഒരു പാനിൽ ആദ്യമായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ പച്ചമുളകും കൂടി അരച്ച പേസ്റ്റ് ഇടുക. അടുത്തതായിട്ട് നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടി ഇടുക. അടുത്തതായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാതും കൂടിയിട്ട്. അവസാനമായിട്ട് അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ മീനിനെ നന്നായി ഫ്രഷായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിലിങ്ങനെ വരകൾ ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഈ മസാല പുരട്ടി കൊടുക്കുക കൈകൊണ്ട്. 2 ഭാഗത്തും ഇത് മറിച്ചിട്ടിട്ട് ഈ മസാല പുരട്ടി കൊടുക്കണം. അതിൻ്റെ ഉള്ളിലും ഒക്കെ ഫില്ല് ചെയ്താവുന്നതാണ്. മാക്സിമം മസാല അതിൻ്റെ മുകളിൽ ആക്കി കൊടുക്കുക. ഞാനെടുത്തിട്ടുള്ളത് ചെമ്പല്ലി എന്ന് പറഞ്ഞ ഫിഷാണ്. ഏത് മീനും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇത് വലിയ സൈസ് ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. ദശ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഈ മീൻ നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഒരു തവയിൽ വെച്ച് കൊടുക്കുക ഇതേപോലെ. അടുത്തതായിട്ട് നമ്മളുടെ ഈ ഫിഷിൻ്റെ മുകളിലേക്ക് വെളുത്തുള്ളി അതുപോലെ അരിഞ്ഞ പച്ചമുളക് പിന്നെ വട്ടത്തിലരിഞ്ഞ ചെറുനാരങ്ങ ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ നല്ല മണവും ആ ഒരു ടേസ്റ്റും ഒക്കെ ഈ മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സ്റ്റെപ്പ് നിർബന്ധമല്ല, ആവശ്യമുള്ളവർക്ക് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഇതേപോലെ ഇനി അടുത്തത് നല്ല തക്കാളി എടുത്തിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ജ്യൂസൊക്കെ അതിൽ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. അതുപോലെ തന്നെ സവാളയും വട്ടത്തിൽ ഇതേപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്നും നിർബന്ധമല്ല. ഗ്രിൽ പാൻ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇത് അപ്പുറം ഇപ്പുറം മറിച്ച് ഗ്രില്ല് ചെയ്യാവുന്ന പാത്രമാണ്. അങ്ങനെ നമ്മളുടെ ഗ്രിൽഡ് പാനിൽ ഉണ്ടാക്കിയ ഗ്രിൽഡ് ഫിഷ് ശരിയായിട്ടുണ്ട്. ഈ ഫിഷ് ഭയങ്കര ടേസ്റ്റാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയാം.